കാൽവിൻ പെർഫ്യൂംസിൻ്റെ 55ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് അമോഷിൻ്റെ ഇൻ്റർലൂഡ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂമായിരുന്നു. ഒരു ബീസ്റ്റ് മോഡ് പെർഫ്യൂം. സത്യം പറഞ്ഞാൽ ഒരുപാട് എൻക്വയറീസും എനിക്ക് കിട്ടി, കുറച്ചധികം കച്ചവടവും നടന്നു കേട്ടോ അതുവഴി. ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു, പല പല ഡിസ്കഷനൊക്കെ നടന്നു. ഞാൻ അതിൽ നിന്ന് കമൻസ് വന്നതെന്നും ചാനലിലെ കമൻസ് വന്നതെന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മലയാളികൾ പൊതുവെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളൊരു കമ്പാരിസൺ വേയിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഉദാഹരണത്തിന് സിനിമ, ജിത്തു ജോസഫ് സാറിൻ്റെ ദൃശ്യം സിനിമ. ഇനി അദ്ദേഹം ഇറക്കുന്ന ഏത് പടവും ആ ദൃശ്യം സിനിമേനെ കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയുക. ഈവൻ ദൃശ്യം 2 ഇറങ്ങിയപ്പോൾ പോലും അത് ഒന്നാമത്തേനേക്കായും നല്ലതല്ല, അല്ലെങ്കിൽ നല്ലതാണ്, അങ്ങനെയായിരിക്കും നമ്മളതിനൊരു കമൻറ്റ് പറയുക സ്വാഭാവികമായിട്ടും. പെർഫ്യൂമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അത് മലയാളികളുടെ ഒരു സ്ഥിരം ഒരു ശൈലിയാണ് നമ്മുടെ ഒരു കമ്പാരിസൺ. നമ്മൾ വാങ്ങിക്കുന്ന ഒരു പെർഫ്യൂം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം, അതിനൊരു 6 മണിക്കൂർ ലാസ്റ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടി ഫ്ലേവറാണ്. ഇത് നമ്മൾ വാങ്ങിച്ചു, നമ്മൾ ആസ്വദിച്ചു. ഇനി നമ്മൾ വേറൊരു പെർഫ്യൂം മേടിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന് ചിലപ്പോൾ ഒരു 4 മണിക്കൂറേ ഉള്ളെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് കൊള്ളില്ലാത്ത പെർഫ്യൂമാണ് എന്നാണ് നമ്മളതിനെ വിലയിരുത്തുന്നത്. അല്ലെങ്കിൽ ആ പെർഫ്യൂം കമ്പനി കൊള്ളില്ല, ആ പെർഫ്യൂം ഷോപ്പ് കൊള്ളില്ല, ഉണ്ടാക്കിയ ആൾ കൊള്ളില്ല, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. നമ്മളതിനെ ഒരു കമ്പാരിസൺ അപ്പം ചെയ്യും. പക്ഷെ സത്യത്തിൽ ഓരോ പെർഫ്യൂമിനും നമ്മുടെ മനുഷ്യരുടെ സ്വഭാവം പോലെയാണ്, വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യർക്കും വ്യത്യസ്ത സ്വഭാവമാണല്ലോ. അതുപോലെ തന്നെ പെർഫ്യൂംസിനും വ്യത്യസ്ത സ്വഭാവമാണ്. അതിന് നിൽക്കുന്ന ലോഞ്ചിവിറ്റി, അതിന് എങ്ങനെയാൽ പെർഫോമൻസ് എല്ലാം മറ്റ് പെർഫ്യൂമിൽ കിട്ടണമെന്നില്ല, അതിന് മേലെയും പോവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. പക്ഷെ ഒരിക്കലും കൺസിസ്റ്റൻസി ഒരേ പെർഫ്യൂം അതുപോലെ തന്നെ ആവില്ല. ഉദാഹരണം, ഒരു വുഡി ടൈപ്പ് പെർഫ്യൂം എടുത്തു കഴിഞ്ഞാൽ അക്വാട്ടിക് പെർഫ്യൂമായിട്ട് ഒരു ബന്ധമില്ല. അപ്പം നമ്മളത് തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. ഞാനത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിൽ എപ്പോഴും കമ്പാരിസൺ വെച്ചിട്ടായിരിക്കും നമ്മൾ പെർഫ്യൂം അനലൈസ് ചെയ്യുന്നത്. അതൊരു റോങ് മെത്തേഡാണെന്ന് എനിക്കൊരു ഫീലിംഗ്. അതൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അറേബ്യൻ ഊദ് എന്ന് പറയുന്ന ഒരു കമ്പനി. സൗദി അറേബ്യയിലെ ഒരു പെർഫ്യൂം എന്താ പറയുക, ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. അവർ തുടങ്ങിയത് ഏതാണ്ട് 1980കളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് 1200 മേലെ സ്റ്റോറുണ്ട്. പല രാജ്യങ്ങളിലായിട്ട് അത്രയും സ്റ്റോറുകളുള്ളൊരു വലിയൊരു ഫ്രാഗ്രൻസ് ഇൻഡസ്ട്രിയാണ് അറേബ്യൻ ഊദ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. ഒരു ബ്രാൻഡാണ് കേട്ടോ, അറേബ്യൻ ഊദ് എന്ന് പറയുന്നത് ബ്രാൻഡാണ്. അവർക്ക് ഏതാണ്ട് 400 മേലെ പെർഫ്യൂംസും ഉണ്ട്. ഇതെല്ലാം ഓൾമോസ്റ്റ് ഒരു മിഡിൽ ഈസ്റ്റ് കൾച്ചർ പെർഫ്യൂമാണ്. നമ്മൾ അമോഷ് പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു മിഡിൽ ഈസ്റ്റ് കൾച്ചർ പെർഫ്യൂംസാണ് അവരുണ്ടാക്കുന്നത് എല്ലാം. അവരുടെ ഒരു പെർഫ്യൂമിന് നേരത്തെ ഇറക്കിയ ഒരു പെർഫ്യൂമിന് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. മദാവി എന്ന് പറയുന്നൊരു പെർഫ്യൂം, ഒരു ഫ്രാഗ്രൻസിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതല്ല പരിചയപ്പെടുത്തുന്നത്. അതല്ലാതെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ പെർഫ്യൂമിൻ്റെ പരസ്യമാണ് കൂടുതലും കാണുന്നത്. ഇങ്ങനെ പലരും റിവ്യൂ ചെയ്യുന്നതും ബ്ലോഗ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളത്. രസാല എന്ന് പറയുന്ന പെർഫ്യൂം ഏതാണ്ട് 2018 ഇറക്കിയ ഒരു പെർഫ്യൂമാണ്. ഇതിനൊരൊറ്റ വാചകം പറയാം, ബീസ്റ്റ് പെർഫ്യൂം. അതുപോലെ ഹെവി ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഇതിൽ ഒരുപാട് കണ്ടൻസ് ഒന്നും പറഞ്ഞ് ഞാൻ അതിനെ വലിച്ചു നീട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിവ്യൂ അല്ല, ജസ്റ്റ് പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഇതിൽ നമുക്ക് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നോട്ട്സുകളുടെ ഓടിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സഫ്രോൺ, കുങ്കുമപ്പൂവിൻ്റെ ഇത്, പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്. നമ്മൾ സാധാരണ സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് അല്ല, ആ കറുത്ത ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സ്മെല്ല്, ഊത്, റോസ്, വാനില, ഇതിൻ്റെയൊക്കെ കൂടിയുള്ള ഒരു സമ്മിശ്രമാണ്. ഒരു 2-3 സ്പ്രേ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം ഇൻസൈഡ് ലാസ്റ്റിംഗ് കിട്ടും. അതിൻ്റെ ഒരു ഡബിൾ അടിച്ചാൽ പുറത്തും ലാസ്റ്റിംഗ് കിട്ടും. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ്. സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആഗ്രഹിക്കുന്നവർക്ക്, അമോഷക് എൻ്റെ ബ്രാൻഡ് പോലെ, ഇൻ്റർലൂഡ് പോലെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു ചോയ്സാണ്. നമ്മുടെ ഷോപ്പിൽ അത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത പെർഫ്യൂം പരിചയപ്പെടുന്നവരേക്കും എല്ലാവർക്കും